വേഗം ആവട്ടാ. അതുകൊണ്ട് ഒന്നിരിക്കുന്നു. വേഷന്നിട്ട് കുടല കഴിയുന്നു. പെട്ടെന്ന് അത് നീക്കിട്ടെ. കുട്ടിയുടെ പേരൻസ് ഒക്കെ എത്തിയോ? എത്തിയിട്ടില്ല. പ്രിൻസിപ്പൽ, it was a cold-blooded murder and she was brutally raped before her death. Oh my God. ഹീര ഹോസ്റ്റലിലായിരുന്നു താമസിച്ചിരുന്നത് അല്ലേ? അതെ. ഇതാരാ? He is one of our third year student. ശ്രീകുട്ടൻ. വരൂ സർ, ഇവരാണ് ഹീരയുടെ റൂംമേറ്റ്സ്. ഹീരയും ഈ ശ്രീകുട്ടനുമായിട്ട് എന്താ ബന്ധം? എന്താ അത് അറിയില്ല സർ. സർ, ഇത് ബോഡി കിടന്നിരുന്ന ഗാർബേജിൽ നിന്ന് കിട്ടിയതാ. ഈ സെൽഫോൺ ഹീരയുടേതാണോ? അതെ സർ. റിസീവ്ഡ് കോൾ ലിസ്റ്റിൽ അവസാനം വന്നിരിക്കുന്ന പേര് ശ്രീകുട്ടൻ്റെതാണ്. ആ നമ്പറിൽ വിളിച്ചപ്പോൾ സ്വിച്ച്ഡ് ഓഫ് ആണ്. അതെ, ഷീസ് ആൻ എക്സ്പ്ലോസീവ്. പെന്നിൽ മഷിക്ക് പകരം വെടിമരുന്ന് നിറച്ചെഴുതുന്നവളെ അശ്വതി. അപ്പൊ പലർക്കും പൊള്ളും. കക്ഷി ഇവിടെ ഇല്ല. നോ ഐഡിയ. ശരി സാർ, പറയാം. താങ്ക്സ്. അശ്വതിയുടെ ഫീച്ചർ പലർക്കും ഏറ്റതിന്റെ തെളിവാണ് സാർ ഈ കോൾസ്. യെസ്. മേ കം ഇൻ സർ? കം ഇൻ. 100 years ഗ്യാരണ്ടിയാ നിനക്ക്. MLA ശിവദാസൻ ഇപ്പൊ വിളിച്ചു വെച്ചതേ ഉള്ളൂ. ഇരിക്കെ. നന്ദിയുണ്ടോ എനിക്ക് തന്നോട്? തന്റെ ഈ ഒറ്റ ഫീച്ചർ കൊണ്ട് നമ്മുടെ പത്രത്തിന്റെ ഇമേജ് തന്നെ മാറി. ഞാൻ എഴുതിയതൊക്കെ ഒരു വരി പോലും വിടാതെ പ്രസ്സിൽ കൊടുത്തതിന് സാറിനോട് ഞാനാ നന്ദി പറയേണ്ടത്. അതൊക്കെ ശരി, പക്ഷെ യു ഷുഡ് ബി മോർ കെയർഫുൾ. വൈ? നിന്റെ ഫീച്ചർ മാലാഖമാരെ പറ്റി ആയിരുന്നില്ല, ഗുണ്ടകളെ പറ്റിയും പോലീസിലെ ക്രിമിനൽസിനെ കുറിച്ചുമായിരുന്നു. സാറിന് പേടിയുണ്ടോ? പേടിയുണ്ട്. എന്നെ ഓർത്തല്ല, നിന്നെ ഓർത്ത്. അമ്മേ, ദേ അച്ഛൻ വന്നു. കൃഷ്ണ ഇന്നലെ രാത്രി 9 മണിക്ക് പോയ ആള് വരുന്നത് നേരം വെളുത്തിട്ട് അല്ലേ? ഗോകുലത്തിൽ അഖണ്ഡ ഭജനയായിരുന്നു ആനന്ദം. അത് കഴിഞ്ഞ് രാസക്രീഡ, ജലക്രീഡ, പാലുകിറക്കൽ, വെണ്ണകക്കൽ, ഉരലുവലിക്കൽ, അവിലിടിക്കൽ, പിന്നെ ഫ്ലൂട്ട് വായന. അത് കഴിഞ്ഞപ്പോൾ വെളുപ്പിന് 5 മണിയായി. നിന്റെ കുട്ടികൾക്ക് ഇന്ന് ക്ലാസ് അല്ലേ ആനന്ദം? നിന്റെ കുട്ടികളോ? അതെ, ഇനി എന്റേതായിട്ടൊന്നുമില്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ആനന്ദം? ഈ ഫ്ലൂട്ട് ഒഴികെ. പിന്നെ എനിക്ക് രണ്ടിലൊന്നറിയണം. കുറച്ച് കാലമായി നിങ്ങൾക്ക് ഈ സൂക്കേട് തുടങ്ങിയിട്ട്. നിങ്ങൾ എന്റെ ഭർത്താവോ അതോ ശ്രീകൃഷ്ണന്റെ ഭാര്യയോ? ഇനിയും ആനന്ദത്തിന് സന്ദേഹമോ? ഞാൻ ഭഗവാന്റെ രാധയാണ്, 2ാം രാധ. മേരി മാധവ്ക്ക് പ്യാരി രാധ. ഓ, നിങ്ങളുടെ ഒരു കുഴല്. ഇങ്ങയുടെ കുഴല് മാത്രമല്ല, എല്ലാം ഞാൻ ഓടിക്കും. അയ്യോ കള്ളകൃഷ്ണ. ഓ
എന്റെ കൃഷ്ണ ഭഗവാനെ, കയ്യിലുള്ള 10,000 പോരാഞ്ഞിട്ടാണോ ഇങ്ങനൊരു മോഴെ കൂടി? ഈ ചതി എന്നോട് വേണ്ടായിരുന്നു. കൃഷ്ണ നീ ബേഗനീ ബാരോ. ഓ, ഇയാള് നേരെ ആവില്ല. ചുപ് രഹോ ബദ്മാഷ്. Eating sugar, no papa. Telling lies, no papa. ഹലോ, ഞാൻ വർഗീസാ. മെയിൻ റോഡിൽ പോലീസ് ചെക്കിംഗ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ലോഡും കൊണ്ട് ബൈ റൂട്ടിലൂടെ വരുന്നത്. അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ. വണ്ടി നിർത്താ. പന്നെ കഴിവറ മോനെ, സ്കൂൾ ബസ് ഇടിച്ചിട്ട് നിർത്താതെ പോണത് ആരുടെ അമ്മയ്ക്ക് പെണ്ണം വയ്ക്കാനാടാ? പുതിയ എസ് ഐ ആണെന്നാ തോന്നുന്നത്. പോലീസ് എന്ന് വെച്ചാൽ അതെ ഇങ്ങനെ വേണം. നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ഈ ഇടിയാണെങ്കിൽ സ്റ്റേഷനിൽ ചെന്ന എന്തായിരിക്കും അവസ്ഥ? എങ്ങനെയുണ്ടോ? തൊണ്ടിപ്പഴം പോലുണ്ട്, ചുണ്ട് കടിച്ചിരുന്നാ തോന്നുന്നു. വൃത്തികെട്ടവൻ, നാണകെട്ടവൻ, ആഭാസൻ. പൂതടാ, അടുപ്പൂതാനല്ല പറഞ്ഞത്. നീ ആര്? IG-യോ DIG-യോ കമ്മീഷണറോ SP-യോ? ഞാനൊരു പാവം മെക്കാനിക്കല്ലേ സാറേ. വർക്ക്ഷോപ്പിൽ നന്നാക്കാൻ തന്ന പോലീസ് ജീപ്പ് എടുത്ത് റോഡിൽ ഓടിക്കാൻ ഈ പാവം മെക്കാനിക്കിന് ആരനുവാദം തന്നു? ട്രയല് പോയതാ. ഈ എമർജൻസി ലൈറ്റും സൈറനെ ഇട്ടുകൊണ്ടാണോ ട്രയൽ നോക്കുന്നത്? അടിയന്തര ഘട്ടങ്ങളിൽ അത് ഉപയോഗിക്കാലോ സാറേ. ഇക്കണക്കിന് താൻ അപ്പിയിടാൻ പോയാലും എമർജൻസി ലൈറ്റും സൈറനും ഇട്ടുകൊണ്ട് പോകുമല്ലോടോ, അതും അടിയന്തര ഘട്ടമല്ലേ? സാറ് ഇവൻ സ്കൂൾ ബസ്സിൽ ഇടിച്ചിട്ട് നിർത്താതെ പോയപ്പോ അപ്പോഴേക്കും നിന്റെ പൗരബോധം അങ്ങ് ഉദ്ധരിച്ചു, നീ പോലീസായി.
ഈ പാവം മല പോലുള്ള വയനാടൻ ജിംനാസ്റ്റിക്കിനെ നീ റോഡിലിട്ട് ഇടിച്ച് ചമ്മന്തിയാക്കി നാട്ടുകാരുടെ കയ്യടി വാങ്ങി. നീ ആര്? പാവങ്ങളുടെ സൂപ്പർ സ്റ്റാറോ? ഡെയിൽ ആദ്യം അങ്ങോട്ട് കയറ്റിയാലുണ്ടല്ലോ ആറ്റുകാൽ പൊങ്കാലൊക്കെ ഞാൻ പുറത്തെടുക്കൂ. നീ ചെയ്തത് കുറച്ച് ഓവറായി പോയെങ്കിലും നല്ല കാര്യത്തിനായതുകൊണ്ട് ഞാൻ കേസ് എടുക്കുന്നില്ല. പക്ഷേ ഒരു ശിക്ഷ ഉണ്ട്. ഇടിച്ചിട്ട് സാറിന്റെ ഫിറ്റിംഗ്സ് ഇളക്കില്ലേ? ഫ്രീ ആയിട്ട് ഇടിമേടിച്ചോണ്ട് പോകാൻ പോലീസ് സ്റ്റേഷനിൽ തറവാടോ? സാറ് നിന്റെ അമ്മായിയോ മച്ചപ്പിയാണോടാ? കയ്യിലെന്തുണ്ട്? 10 പേരിലും കുറച്ച് ഗ്രീസ് ഉണ്ട് സാർ. ആക്കുന്നോടാ. എന്താടാ ഇത്? കുഴി ബോംബാണോ? അയ്യോ അതെടുക്കരുത്. എന്തിനാടാ ഇത്? വണ്ടി ഒഴിഞ്ഞെടുക്കാനുള്ളതാ. എന്നാൽ ഉഴി ഇത് എന്റെ ഇരിക്കട്ടെ. അയ്യോ സാറാ ജോസഫ് സാറിന്റെ ഭാര്യയുടെ വണ്ടിയുടെ ഹൗസിംഗ് നെറ്റ് വാങ്ങിച്ചിടന്ന പൈസയാ. ഭാര്യയുടെ ഹൗസിംഗ് നട്ടില്ല. അവിടെ കിടക്കട്ടെ, അവിടെ കിടക്കട്ടെ. അങ്ങനെ തന്നെ വേണം നിനക്ക്. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. സാറ് ചാന്തപ്പൊട്ടാണല്ലേ? അല്ല, കുങ്കുമപ്പൊട്ട്. ചാടിപ്പോടാ. നിന്നെ ഊതിയതാ. എന്റെ കുഴിലുണ്ടാണോ നീ ഊതുന്നത്? എന്ത് പറ്റി? നോക്കി നിൽക്കാതെ ഇങ്ങോട്ടിറങ്ങി തിരുമണോ?